ഇന്ത്യ സഖ്യത്തിൽ വീണ്ടും പ്രതിസന്ധി. ശരത് പവാറും പുറത്തേക്ക്. NCP ശരത് പവാർ വിഭാഗവും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുകയാണ്. ആദിലപ്പോൾ DMK എന്താണെങ്കിലും ഉണ്ടാവില്ല. CPM പങ്കെടുക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറ്റ് പല കക്ഷികൾക്കും അവരുടേതായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ സഖ്യ യോഗത്തിൽ ഇനി ബാക്കി ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. വലിയ പ്രതിസന്ധിയാണല്ലോ ഇന്ത്യ സഖ്യം നേരിടുന്നത്. വരുന്ന തിങ്കളാഴ്ചയാണ് ദില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കക്ഷികൾ പലതും യോഗത്തിന് എത്തില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതിൽ ആദ്യം യോഗം ബഹിഷ്കരിക്കുന്നു എന്നറിയിച്ചത് DMK ആണ്. TVKയുമായി സഹകരണത്തിലാവുകയും സഖ്യത്തിലായി ഭരണം നേടുകയും ചെയ്ത കോൺഗ്രസ് അത് തമിഴ്നാട്ടിൽ ധാർമ്മികതയ്ക്കെതിരായി പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. അതിന് പിന്നാലെയാണ് CPM-ഉം CPI-യും CPIML-ഉം ഇടതു പാർട്ടികൾ യോഗത്തിന് എത്തണമോ വേണ്ടയോ എന്ന തരത്തിൽ ചർച്ചകൾ തുടരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യങ്ങളിലടക്കം രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഒരു പ്രതിപക്ഷ ഐക്യത്തിന് ഗുണകരമാകുന്നതല്ല എന്ന ചർച്ചയാണ് ഇടത് കേന്ദ്രങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നിലപാടുകൾ തിരുത്താതെ ഇനി സഖ്യത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമോ എന്ന ചോദ്യമുണ്ട് ഇടതു പാർട്ടികൾക്കിടയിൽ. ഇടത് നേതാക്കൾ ആനി രാജയും D രാജയും ഒക്കെ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നില്ല എന്ന ആക്ഷേപമുണ്ട് എന്ന് തന്നെ നേതാക്കൾ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശരത് പവാർ വിഭാഗം പങ്കെടുക്കുന്നില്ല എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശരത് പവാർ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിന്റെ നേതൃതലത്തിൽ തന്നെയുള്ള നേതാവ്, അവരുടെ പാർട്ടി ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ഒരു ദൗർബല്യം തന്നെ ഇന്ത്യ സഖ്യത്തിന് സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ക്ഷീണം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. ജൂൺ 8-ന് വരുന്ന തിങ്കളാഴ്ചയാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, വല്ലപ്പോഴുമാണ് ഇന്ത്യ സഖ്യം ഒരു യോഗം ചേരുന്നത് തന്നെ. അതിൽ തന്നെ പല കാരണങ്ങളുടെ പേരിൽ പ്രധാനപ്പെട്ട പല കക്ഷികളും മാറി നിൽക്കുകയാണ്.